ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം. പുഷ്പ ഇറങ്ങി 28 ദിനങ്ങൾ പിന്നിടുകയാണ്. ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ സിനിമകളുടെ പട്ടികയിലേക്ക് ഈ സിനിമ കയറിയിട്ട് ദിവസം 28 ആവുന്നുള്ളൂ. പക്ഷേ 2024 തുടങ്ങിയ ഈ ഒരു സിനിമ 2025 അതിൻ്റെ ജൈത്രയാത്ര തുടരുകയാണ്. ഇന്നും മികച്ച രീതിയിൽ തന്നെ സിനിമ മുന്നോട്ട് കുതിക്കുന്നു. ഒരുപിടി റെക്കോർഡുകൾ ഓൾറെഡി കരസ്ഥമാക്കിയ സിനിമ വീണ്ടും റെക്കോർഡുകൾ സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഒരു നൂറ്റാണ്ടിൽ തീർക്കാൻ കഴിയാത്ത റെക്കോർഡുകളുമായി സിനിമ കുതിക്കുകയാണ്. എന്താണെങ്കിലും നമുക്ക് അതിൻ്റെയൊക്കെ ഡീറ്റെയിലേക്ക് വരാം. അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രിപ്ഷൻ പരിഗണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഒപ്പം 50,000 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള ആ ഒരു മോഹൻ നമ്പറിലേക്ക് എത്താൻ നിങ്ങളുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. ഇവിടെ സിനിമ ഡിസംബർ 27 പുറത്തുവിട്ട റിപ്പോർട്ടുകളിൽ ഒഫീഷ്യൽ റിപ്പോർട്ടുകളിൽ 1720 കോടിയാണ് നേടിയത്. ഡിസംബർ 30 പുറത്തുവിട്ട കണക്കുകളിൽ 1760 കോടിയും എത്തിയിരിക്കുന്നു. സിനിമ ഇതോടൊപ്പം തന്നെ പുതിയൊരു റെക്കോർഡ് തീർത്തിരിക്കുകയാണ്. ഹിന്ദി വെർഷനിൽ നിന്ന് 1000 കോടി നേടുന്നു. ഈ ഒരു നൂറ്റാണ്ടിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഒരു സിനിമയായി മാറുകയാണ് ഹിന്ദി വെർഷനിൽ. ലോകമെമ്പാടുമുള്ള ഹിന്ദി വെർഷനിൽ നിന്നാണ് സിനിമയ്ക്ക് ഇതുവരെ 1000 കോടി നേടിയിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഹിന്ദിയിൽ നിന്ന് സിനിമ നേടിയിരിക്കുന്നത് ഏകദേശം 780 കോടിക്ക് അടുത്താണ്. അതായത് ഈ വരുന്ന വെള്ളിയാഴ്ചയോടുകൂടി സിനിമ 800 കോടി ഹിന്ദിയിൽ നിന്ന് മാത്രമായി നേടും എന്നുള്ള ആ ഒരു ചരിത്ര നിമിഷം വരെ പിറക്കാൻ പോവുകയാണ്. ഹിന്ദി സിനിമകൾ പോലും ഹിന്ദിയിൽ നിന്ന് 800 കോടി നേടിയിട്ടില്ല എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ കഴിയുന്നു. ബുക്ക് മൈ ഷോയിൽ ഇപ്പോൾ 19.5 മില്യൺ ടിക്കറ്റ്സ് ആണ് വിറ്റുപോയിരിക്കുന്നത്. ബുക്ക് മൈ ഷോ മാത്രമല്ല ടിക്കറ്റ് വിൽക്കുന്നത്, ഈ ഒരു സിനിമയുടെ മൾട്ടിപ്പിൾ ആപ്പുകളും അതേപോലെ ഇങ്ങനെയുള്ള സൈറ്റുകളുമുണ്ട്. അതിനകത്ത് ബുക്ക് മൈ ഷോയിലൂടെ മാത്രം ഒരു തരംഗമായി മാറിയിരിക്കുന്നു എന്ന് തന്നെ പറയാം. ഇതുവരെയുള്ള ഇന്ത്യൻ സിനിമകളുടെ ഹിസ്റ്ററിയിൽ ഏറ്റവും കൂടുതലാണ്. അത് ആദ്യം തകർത്തത് പുഷ്പ തന്നെയാണെങ്കിൽ അതിൻ്റെ റെക്കോർഡ് വീണ്ടും പുഷ്പ തകർത്തുകൊണ്ടിരിക്കുന്നു. വരുന്ന ദിവസങ്ങളിൽ അത് 20 മില്യൺ തൂക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കാരണം ഇതിൻ്റെ റെക്കോർഡ് അങ്ങനെ തന്നെ, അല്ലെങ്കിൽ അതിൻ്റെ ഓരോ മണിക്കൂറിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോകുന്നത് ആ രീതിയിൽ തന്നെയാണ്. ഇന്ന് ബുക്ക് മൈ ഷോയിൽ നിന്ന് വിറ്റുപോയത് ഏറ്റവും കൂടുതൽ മണിക്കൂറിൽ 17,000 മുകളിലുള്ള ടിക്കറ്റുകൾ പോയി എന്നുള്ളതാണ്. ഇന്ന് ഏകദേശം 1,79,000 ടിക്കറ്റുകൾ വിറ്റുപോകും. ഇപ്പോൾ ഏകദേശം 1,56,000 ടിക്കറ്റുകൾ വിറ്റുപോയിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊരു റെക്കോർഡ് സിനിമ തീർത്തിരിക്കുന്നത് വെസ്റ്റ് ബംഗാളിൽ നിന്ന് മാത്രമായി 50 കോടി നേടുന്ന സിനിമ എന്നുള്ള പേര് തന്നെയാണ്. അതിഗംഭീരമായിട്ടുള്ള കുതിപ്പാണ് സിനിമ മുന്നോട്ട് കുതിക്കുന്നത്. നോർത്ത് അമേരിക്കയിൽ നിന്ന് സിനിമ ഇതിനോടകം തന്നെ $15 മില്യൺ കരസ്ഥമാക്കുകയും ചെയ്തു. അങ്ങനെ സിനിമ ഒരു രക്ഷയുമില്ലാതെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ലോങ് റൺ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ദംഗലിൻ്റെ കളക്ഷൻ ഈ സിനിമ വെട്ടിക്കുമെന്നുള്ളതിന് യാതൊരു സംശയങ്ങളും ഇല്ലാതെ ആയിരിക്കുകയാണ്. ബാഹുബലി എന്ന സിനിമയാണ് സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്ന 1810 കോടിയാണ്. ഇപ്പോൾ നമുക്ക് 30-ാം തീയതി വരെ, അതായത് ഡിസംബർ 30 വരെ വന്ന കളക്ഷൻ റിപ്പോർട്ടുകൾ പ്രകാരം 1760 കോടിയാണ് സിനിമ നേടിയിരിക്കുന്നത്. അപ്പോൾ 1810 എന്നുള്ള ആ ഒരു മാജിക്കൽ ഫിഗറിലേക്ക് ഈ ഒരു സിനിമ ടച്ച് ചെയ്യുന്നത് ഒരുപക്ഷെ ഈ ഒരു വെള്ളിയാഴ്ച ആയിരിക്കും എന്നുള്ളത് നമുക്ക് ആ ഒരു മുഹൂർത്തത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ശനി ഞായറോട് കൂടി തന്നെ സിനിമ 2-ാം പൊസിഷനിലേക്ക് എത്തും. ദംഗൽ രചിച്ചേക്കുന്ന ആ ഒരു ചരിത്രം ഈ സിനിമ തീർച്ചയായിട്ടും കവർ ചെയ്യും. 2000 കോടിയാണ് ദംഗൽ എന്ന സിനിമ. ദംഗലിന് വലിയ രീതിയിലുള്ള ഒരു ഓട്ടവും ഏകദേശം 1 വർഷത്തിന് മുകളിലുള്ള ഓട്ടം എടുത്തിട്ടാണ് ആ ഒരു സിനിമ എത്തിയത്. പ്രത്യേകിച്ച് ജപ്പാനിലും ചൈനയിലുമൊക്കെ റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് സിനിമയ്ക്ക് അത്രത്തോളം കളക്ഷൻ വന്നത്. ഇന്ത്യയിൽ നിന്ന് സിനിമയ്ക്ക് ഇതിൻ്റെ പകുതി പോലും കളക്ഷൻ, അല്ലെങ്കിൽ അല്ലാത്ത മൊത്തത്തിലുള്ള കളക്ഷൻ ഇതിൻ്റെ പകുതി പോലും വന്നിട്ടില്ല. ആ റെക്കോർഡ് ഓൾറെഡി പുഷ്പ തകർത്തതാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയുടെ റെക്കോർഡ് തകർക്കാൻ 2 കടമ്പകളാണ്. ഒന്ന് ബാഹുബലി എന്ന സിനിമയുടെ ബാഹുബലി 2 ആണ്. ബാഹുബലി 2ൻ്റെ കളക്ഷൻ റെക്കോർഡ് തകർക്കുക. അതിനുശേഷം വലിയ ഒരു ഗ്യാപ്പാണ്. അതായത് ഏകദേശം 200 കോടിയോളമാണ് സിനിമയ്ക്ക് വേണ്ടത്. ലോങ് റണ്ണിൽ സിനിമ ഇത് ഉറപ്പായിട്ടും കരസ്ഥമാക്കും എന്നുള്ളത് 100% നമുക്ക് ഉറപ്പാണ്. ഇനി ജപ്പാനും ചൈനയൊക്കെ സിനിമ റിലീസ് ഉണ്ടെങ്കിൽ തീർച്ചയായും 5000 കോടിക്ക് മുകളിലേക്ക് കയറുന്ന സിനിമയായി മാറും. ഇന്നും ഈ സിനിമയുടെ അലയടികൾ തീർന്നിട്ടില്ല. കേരളം ഒഴികെ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഇന്നും ഗംഭീരമായിട്ട് തന്നെ പോകുന്നു. ഒരുപാട് റിലീസുകളൊക്കെ വന്നിട്ടും ഈ ഒരു സിനിമയെ കവർ ചെയ്യാൻ വേറെ ഒരു സിനിമയുമില്ല. അല്ലു അർജുൻ മാജിക്കാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. എന്തായാലും കേരളത്തിൽ ഇന്ന് സ്ഥിതികൾ പുരോഗമിച്ചിരിക്കുന്നു. ഇന്നലത്തെ വെച്ച് നോക്കുമ്പോൾ 40% മുകളിലുള്ള ഒരു കളക്ഷൻ വർധനമാണ്. എന്ന് വെച്ച് ഒരുപാട് കളക്ഷൻ ഒന്നുമല്ല. ഇന്ന് 1,00,000 രൂപയോളം വരും. ആകെ 9-10 ഷോകൾ മാത്രമാണ് ട്രാക്ക് ചെയ്യപ്പെടുന്നത്. അതിലാണ് കാര്യങ്ങൾ. പക്ഷേ എടുത്തു പറയാനുള്ളത് ഈ 9-10 ഷോകളിൽ 25%-അടുത്തുള്ള 23.5% ഇപ്പോൾ കാണിക്കുന്നത്. അത്രത്തോളം ഓക്യുപ്പൻസി സിനിമയ്ക്കുണ്ട് എന്നുള്ളതാണ്. കേരളത്തിൽ നിന്ന് ട്രാക്കേഴ്സ് മുഖാന്തരം പറയുന്നു 14,98,00,000 രൂപ. ഇതിൽ നിന്ന് ഏറ്റവും ഹൈലൈറ്റായി നിൽക്കാൻ, അല്ലെങ്കിൽ ഏറ്റവും മനസ്സിലാക്കുന്ന കാര്യം, പുഷ്പ ടീം പറഞ്ഞിരിക്കുന്നു അവർക്ക് 15 കോടി ഷെയർ കേരളത്തിൽ നിന്ന് വന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ സിനിമ തീർച്ചയായും 25 കോടിക്ക് മുകളിൽ കേരള കളക്ഷൻ വന്നിരിക്കുകയാണ്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ലൈക്കും ഷെയറും ഒക്കെ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യണം. ടേപ്പ് മീഡിയാസ്.